CPM-നെതിരെ ഭീഷണിയും അസഭ്യവർഷവുമായി KPCC അധ്യക്ഷൻ കെ സുധാകരൻ. കണ്ണൂരിലെ CPM-കാരെ കോൺഗ്രസുകാരും ആശുപത്രിയിൽ കിടത്തിയിട്ടുണ്ടെന്ന് ഓർക്കണമെന്ന് കെ സുധാകരൻ പറഞ്ഞു. കാസർഗോഡ് പെരിയയിൽ കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും അനുസ്മരണ ചടങ്ങിലായിരുന്നു കെ സുധാകരന്റെ പ്രതികരണം. എന്തിനാണ് ഈ കുട്ടികളെ ഇല്ലാതാക്കിയത് എന്നതിന് CPM-ന്റെ തെണ്ടികൾ മറുപടി പറയണം. എന്ത് കിട്ടി അവർക്ക്? CPM-ന് എന്ത് കിട്ടി? CPM ഇവിടെ ജയിച്ചോ? തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടിയോ? CPM-ന് എന്ത് കിട്ടി? CPM-ന് രണ്ട് ചെറുപ്പക്കാരെ, രണ്ട് കുടുംബത്തെ തെരുവാധാരമാക്കിയ ഈ നാണം കെട്ട ചെറ്റകൾക്ക് എന്ത് കിട്ടി എന്ന് എന്റെ പ്രിയപ്പെട്ടവർ ആലോചിക്കണം. കണ്ണൂരിലെ കോൺഗ്രസിന് ഈ CPM-ന്റെ അക്രമത്തിലൊന്നും വലിയ ഭയപ്പാടും ആശങ്കയൊന്നും നമുക്കാർക്കും ഇല്ല. ഞങ്ങൾ അവരെ ഭയപ്പെടുത്തിയിട്ടുണ്ട്, ഞങ്ങൾ അവരെ ഓടിച്ചിട്ടുണ്ട്, ഞങ്ങളും അവരെ കിടത്തിയിട്ടുണ്ട് ആശുപത്രിയിൽ. അത് സ്വാഭാവികമാണ്. പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികൾ പരോളിൽ ഇറങ്ങി നാട്ടിൽ സുഖമായി ജീവിക്കാമെന്ന് കരുതേണ്ട എന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം. ഇപ്പോ പരോളിന് അപേക്ഷിച്ചിട്ടുള്ള രണ്ട് CPM-ന്റെ പ്രവർത്തകർ, ഒരു സുബീഷും സുരേന്ദ്രൻ, അങ്ങനെ പരോളിന് ഇറങ്ങാമെന്നോ, അങ്ങനെ പരോളിൽ ഇറങ്ങിയാൽ സ്വൈര്യമായി നടക്കാമെന്നോ ഒരു സുബീഷും ഒരു സുരേന്ദ്രനും വിചാരിക്കേണ്ട എന്ന കൃത്യമായ താക്കീത് കൂടിയാണ് ഈ അവസരത്തിൽ തരുവാൻ ആഗ്രഹിക്കുന്നത്. അരുൺ പാറക്കൽ വിശദാംശങ്ങളുമായി കാസർഗോട്ട് നിന്ന് ചേരുന്നുണ്ട്. അരുൺ, ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വൈകാരികമായൊരു വേദിയാണ്. പക്ഷേ അവിടെ KPCC അധ്യക്ഷൻ നടത്തിയ പരാമർശങ്ങൾ അത് അതിരുവിട്ടുപോയല്ലോ. അരുൺ പാറക്കൽ. റിജിത്ത്, കഴിഞ്ഞ ജനുവരി 3-നാണ് കൊച്ചി CBI കോടതി പെരിയ ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട വിധി പറഞ്ഞത്. 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും മറ്റുള്ളവർക്ക് 5 വർഷം തടവ് ശിക്ഷയുമായിരുന്നു കോടതി വിധിച്ചത്. അതിനുശേഷം CPM നേതാക്കൾ ഉൾപ്പെടെ, അതായത് CPM-ന്റെ ജില്ലാ സെക്രട്ടറി അംഗവും ഉദുമ മുൻ MLA-യുമായ KV കുഞ്ഞിരാമൻ, K മണികണ്ഠൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഹൈക്കോടതിയിൽ ജാമ്യം അനുവദിച്ചതിന് ശേഷം ജാമ്യത്തിലിറങ്ങുകയും ചെയ്തു. അതിനുശേഷം നടക്കുന്ന ആദ്യ അനുസ്മരണ യോഗമാണ്, 6ാമത്തെ അനുസ്മരണ യോഗമാണ്. ഈ യോഗത്തിലാണ് കെ സുധാകരൻ CPM നേതാക്കൾക്കെതിരെ ഭീഷണിയും അതുപോലെ തന്നെ അസഭ്യവർഷവുമായി രംഗത്തെത്തിയത്. കണ്ണൂരിലെ CPM നേതാക്കളെ അവരെ ഞങ്ങൾ ഓടിച്ചിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്, ഒപ്പം അവരെ ആശുപത്രിയിൽ കിടത്തിയിട്ടുണ്ട്. അതൊക്കെ CPM നേതാക്കൾ ഓർക്കണമെന്നാണ് കെ സുധാകരൻ്റെ ഭീഷണി ഉണ്ടായിരുന്നത്. ഈ ഒരു കാര്യത്തിൽ മറുപടി ഉണ്ടായത്. ഒപ്പം തന്നെ പറയുന്നുണ്ട്, ഇവർക്ക് എന്താണ് ഇതിൽ നിന്ന്, ഈ ഒരു ഇരട്ടക്കൊലപാതകം നടത്തിയതിനു ശേഷം CPM നേതാക്കൾക്ക് എന്ത് ലാഭമുണ്ടായി എന്ന് പറയണം. അത് അസഭ്യവർഷം നടത്തിയാണ് ഈ CPM നേതാക്കൾക്കെതിരെ കെ സുധാകരൻ പ്രതികരിച്ചതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. KPCC അധ്യക്ഷൻ എന്ന നിലയിൽ ചില മാന്യതകൾ അദ്ദേഹം പാലിക്കണമായിരുന്നു, അതുണ്ടായില്ല. പ്രവർത്തകരുടെ വികാരത്തിനൊപ്പം നിന്നുകൊണ്ടായിരുന്നു KPCC അധ്യക്ഷൻ്റെ ഈ പ്രതികരണം ഉണ്ടായത്. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹം പറഞ്ഞത് പരോളിൽ ഇറങ്ങിയതിനു ശേഷം സുബീഷും സുരേന്ദ്രനും സ്വൈര്യമായി ഈ നാട്ടിൽ നടക്കാമെന്ന് കരുതേണ്ട, അതിനുള്ള മറുപടി യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ചെയ്യാൻ അറിയാമെന്നും പറയുന്നുണ്ട്. എന്തായാലും ഭീഷണിയുടെ സ്വരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുതന്നെയാണ് കെ സുധാകരനെയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായത്. റിജിത്ത്. ശരി, അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഈ പ്രസംഗത്തിലുടനീളം KPCC അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്ന് CPM-ന് ഭീഷണി, അധിക്ഷേപമായ ചില പ്രയോഗങ്ങൾ, അതിരുവിട്ടുപോകുന്ന ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ടായി. വലിയ വിമർശനം സ്വാഭാവികമായും CPM-ഉം അതുമായി ബന്ധപ്പെട്ട് ഉയർത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.